അയാളൊരു പാറപ്പുറത്തിരുന്ന് സ്വയം ചോദിച്ചു, തമ്പുരാനെ, ഇതോ എന്റെ ഗതികേട്, വല്ലവന്റെയും ഗർഭം പറയേണ്ടവനോ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലോ, ഞാൻ നീതിമാനെന്നൊക്കെ എല്ലാവരും എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും മനുഷ്യർ ഇപ്പോഴും പറയുന്നത്, ഞാൻ നീതി കെട്ട് ഒന്നും ചെയ്തു. എന്നിട്ട് ദൈവം എന്റെ തലയിലോട്ട് ഈ ഭാരം കൊണ്ട് വെച്ചത്, ഈ ഗർഭിണിപ്പെണ്ണെ എന്റെ തലയിലോട്ട് വെച്ചിരിക്കുന്നത് എന്തിനാ? ഓ, ആരും അറിയാതെ തന്നെ പുറപ്പെട്ടു പോകുക. പുറപ്പെട്ടു പോയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ പെണ്ണെ പഠിപ്പിച്ചിട്ട് പുറപ്പെട്ടു പോയെന്ന് എല്ലാവരും ചിന്തിച്ചോളൂ. എനിക്ക് ഉത്തരവാദിത്തം എടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പുറപ്പെട്ടു പോയെന്നെല്ലാം കഴിച്ചോളൂ. ആ പെണ്ണിന്റെ ജീവൻ രക്ഷപ്പെടും. അല്ലെങ്കിൽ ആ പെണ്ണിനെ അപ്പന്റെ പടിവാതിൽക്കൽ കൊണ്ടിട്ട് കല്ലെറിഞ്ഞ് കൊല്ലും. അതാണ് മോശയുടെ നിയമം. ആ കൊച്ചിന് ജീവനൊന്നും കുറവൊന്നും പറയുന്നത്, അയ്യോ പാവം കൊച്ച്, കല്ല് വിസ് തന്ന കൊച്ചല്ലേ, പാവം കൊച്ച്, അതൊന്നും പറയരുത്. ഞാൻ പോയേക്കാം, നമ്മൾ ഒഴിവായേക്കാം. ഇങ്ങനെയാണ് യൗസേപ്പ്, നീതിമാനായ യൗസേപ്പ് ചിന്തിച്ചത്. അയാൾക്ക് നീതിയില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വയം കുറ്റമേക്കാൻ തീരുമാനിച്ചപ്പോഴാണ് മലഹ അയാൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, യൗസേപ്പെ, നീ ഭയപ്പെടേണ്ട, നീ സ്വീകരിക്കാൻ പോകുന്ന പെൺകുട്ടി കന്യകയാണ്, അവൾ കന്യകയായി തുടരുകയും ചെയ്യും എന്നുള്ള പട്ടിക പറഞ്ഞു. കന്യകയാണ്, ഒട്ടും ശങ്കിക്കേണ്ട. അവളിൽ സംഭവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മോശയുടെ വടി കൊണ്ട് മഹാസമുദ്രത്തെ രണ്ടായി പിളർന്നവനാണ് ദൈവം. ആകാശത്ത് നിന്ന് ആലിപ്പഴം പോലെ ഭക്ഷണം കൊടുത്തവനാണ് ദൈവം. കാടപക്ഷികളെ ഭക്ഷിക്കാനായി നിയോഗിച്ചവനാണ് ദൈവം. അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തിയുള്ള ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് യൗസേപ്പിന് അറിയാം. അവൻ മോശയുടെ നിയമം അനുസരിക്കുന്നവനാണ്. അവനറിയാം. അവൻ രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് തന്റെ ഭാര്യയെ, മറിയത്തെ തന്റെ ഭാര്യയായി സ്വീകരിക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെയാണ് ആ പെൺകുട്ടിയെ അവൻ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും ജോലി ചെയ്ത് ആ പെൺകുട്ടിയെയും പിന്നീട് ആ പെൺകുട്ടിയിൽ നിന്ന് പിറന്ന കുഞ്ഞിനെയും അവൻ സംരക്ഷിച്ചു. അവൻ വളർത്തപ്പനായി ഉയർന്നു. അവൻ എല്ലായ്പ്പോഴും ആ പെൺകുട്ടിയെ, ദൈവപുത്രന്റെ അമ്മയെ അവൻ ബഹുമാനിച്ചു. ദൈവപുത്രന്റെ അമ്മയായി തന്നെ. ഒരിക്കലും ആ സ്ത്രീയോട് അവൻ അരുതാത്തതായ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. അവൻ പരിശുദ്ധനായിരുന്നല്ലോ, അവൻ നീതിമാനായിരുന്നല്ലോ, അവൻ ബ്രഹ്മചാരിയായിരുന്നല്ലോ. നമ്മുടെ ചില അകത്തോലിക്ക സഹോദരങ്ങള് വേദപുസ്തകത്തിൽ നിന്നുള്ള ആ മറ്റൊരു വാക്ക് എടുത്ത് മറിയത്തിന് കുഞ്ഞുങ്ങൾ പിന്നീട് ഉണ്ടായി എന്ന് പറയാറുണ്ട്. അവൻ തന്റെ ആദിജാതനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന തിരുവചനവും പിന്നീട് മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ അവൻ പ്രസംഗിച്ചു നടന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരങ്ങളും അവനെ കാണാൻ അവിടെ ചെന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് മാതാവിന് വേറെ പിള്ളേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയുമോ അമ്മയും സഹോദരങ്ങളും എന്ന്. എനിക്ക് പെങ്ങന്മാരില്ല, ഞങ്ങള് 5 ആൺകുട്ടികളായിരുന്നു. അപ്പൻ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് മരിച്ചുപോയി. പിന്നെ ഒരു പെങ്ങള് ഉണ്ടാകാനും പറ്റില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലെ ഏക പെൺകുട്ടി ഞാനായിരുന്നുവെങ്കിലും പെങ്ങൾ എനിക്കില്ലായിരുന്നല്ലോ എന്നോർത്ത് എനിക്ക് സ്നേഹം തോന്നുമായിരുന്നു. എൻ്റെ അപ്പൻ്റെ അനുജന്റെ മക്കൾ തങ്കമ്മയെ ഞാൻ പെങ്ങളായിട്ട് കരുതി. അവളെ ഞാൻ പെങ്ങളെ എന്നാണ് വിളിച്ചത്. അവൾ ഇന്ന് കന്യാസ്ത്രീയാണ്. ഇന്നും ഞാൻ അവളെ പെങ്ങളെ എന്നാണ് വിളിക്കുക. ആകെ കൂടെ ഞാൻ പെങ്ങളെ എന്ന് വിളിച്ചിട്ടുള്ളത് ആ കന്യാസ്ത്രീ പെണ്ണിനെ മാത്രമാണ്, കന്യാസ്ത്രീ സഹോദരിയെ മാത്രമാണ്. അവള് എനിക്ക് പെങ്ങളായിരുന്നു. എന്റെ അപ്പൻ ജനിപ്പിച്ച കുട്ടിയൊന്നുമല്ല, പക്ഷെ എനിക്ക് അവൾ പെങ്ങളായിരുന്നു. നമ്മുടെ ഭാഷയിൽ കസിൻ എന്നൊരു വാക്കില്ല. ചേട്ടാനും മങ്ങാലും മക്കളെയൊക്കെ നമ്മൾ ചേട്ടനും പെങ്ങളും ഒക്കെയാണ് വിളിക്കുന്നത്. അതുപോലെ ഹീബ്രു ഭാഷയിൽ കസിൻ എന്ന വാക്കില്ല. ഇംഗ്ലീഷിലാണ് ബ്രദറും കസിനും ഉള്ളത്. ബ്രദർ സ്വന്തം രക്തത്തിൽ നിന്ന് പിറക്കുന്ന സഹോദരങ്ങൾ, കസിൻ ഇതുപോലുള്ള നമ്മുടെ ബന്ധുക്കള്. ജർമ്മൻ ഭാഷയിലാണെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള വാക്കുകളുണ്ട്. ബ്രൂഡർ എന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പനും അമ്മയും ജനിപ്പിക്കുന്ന ബ്രൂഡർ, സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ. മറ്റത് ഫെക്ടറാണ്. ഫെക്ടർ എന്ന് പറഞ്ഞാൽ ചേട്ടായും മക്കള്. എന്റെ ഫെക്ടറാണ് ഇതെന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ ആകാം. എന്റെ കസിൻ എന്ന ഇംഗ്ലീഷ് പദം തന്നെ. അപ്പൊ ഈ ഭാഷകൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. മലയാള ഭാഷയിൽ സഹോദര സഹോദരി എന്ന് വിളിച്ചാൽ നാട്ടിൽ കൂടെ പോകുന്ന പലർക്കും സഹോദരനാണ് സഹോദരിയാണ്. എന്നിരുന്നാലും വീട്ടിൽ എന്റെ ആങ്ങള പെങ്ങള എന്നൊക്കെ വിളിക്കുന്നത് എന്റെ സ്വന്തം ആങ്ങളെയും പെങ്ങളെയും വിളിക്കാം,
എൻ്റെ അപ്പൻ്റെയോ ചേട്ടൻ്റെയോ അപ്പൻ്റെ അനുജന്റെയോ ചേട്ടൻ്റെയോ മക്കളെയും എനിക്ക് പെങ്ങളെ എന്ന് വിളിക്കാം. അത് നമുക്ക് അനുവദനീയമാണ്. അത്തരത്തിലുള്ള ഒരു ഭാഷയാണ് ഹീബ്രു ഭാഷ, കൽദായ ഭാഷ. കൽദായ ഭാഷയിൽ നിന്നാണ് നമുക്കും ഈ പാരമ്പര്യം കിട്ടുമെന്ന് തോന്നുന്നു. ഏതായാലും മലയാള ഭാഷയിൽ നമ്മൾ കസിൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാത്തതുപോലെ, പെങ്ങൾ, ആങ്ങള എന്ന് വിളിക്കുന്നത് പോലെ ഈശോയുടെ കസിൻസ് ആണ് ഈശോയെ കാണാൻ എത്തിയത്. അപ്പൻ മരിച്ച ശേഷം, വളർത്തപ്പൻ മരിച്ച ശേഷം അമ്മയെ സംരക്ഷിച്ചതും അവരാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പരിശീലനം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ഏറ്റെടുത്തു. അവൻ പ്രസംഗിക്കാൻ പോയി. അവരുടെ പ്രസംഗം കേൾക്കാൻ പലപ്പോഴും അമ്മയുടെ കൂടെ വരുമായിരുന്നു. തിരക്കിൽ ഒരിക്കൽ തിരക്കായപ്പോൾ അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ വേണ്ടി അവർ ഇത് നിന്റെ അമ്മയും നിന്റെ സഹോദരനും നിന്നെ കാണാൻ വന്ന് നിൽക്കുന്നു, ഒന്ന് വഴി കൊടുക്ക്, അവർക്ക് കയറി വരാൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കന്യക നിത്യകന്യകയായി ഇരുന്നില്ല എന്ന് പറയാനാവില്ല. അവളിൽ നിന്ന് നിത്യകന്യകയായി തന്നെ വളർന്നു. ആ നിമിഷം മുതൽ മാതാവ് വിശുദ്ധിയിൽ വളർന്നു. മാതാവിന്റെ വിശുദ്ധി എന്താണ്, അവിടെ വിശുദ്ധിയുടെ രൂപഭാവങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ 6 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. മാതാവ് എങ്ങനെയാണ് വിശുദ്ധി പ്രാപിച്ചത്? അവലോൽഭിയായി അവൾ ജനിച്ചു. പാപത്തിൻ്റെതായ ഒരു ലാഞ്ചനയും അവൾക്കില്ലായിരുന്നു എന്നുള്ളത് ആ സത്യം അംഗീകരിച്ചുകൊണ്ട്, പക്ഷേ 6 കാര്യങ്ങളിൽ അമ്മ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ പക്ഷേ അമ്മയെ പോലെ നമുക്കും വിശുദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. യഹൂദതയിൽ ശരിയായിട്ട് അവള് നിറവേറ്റി അല്ലെങ്കിൽ അനുസരിച്ചു. ക്ഷമയും തമിഴായും പാടുക മാത്രമല്ല അവൾ ചെയ്തത്, യഹൂദരുടെ എല്ലാ നിയമങ്ങളും അവൾ അക്ഷരശ പാലിച്ചു. പ്രസവിച്ച ശേഷം ശുദ്ധീകരണ കർമ്മത്തിന് അവൾ ദേവാലയത്തിൽ പോയി. ശുദ്ധീകരണത്തിന് വേണ്ടതായ മോശ കൽപ്പിച്ച ലേവിയുടെ പുസ്തകത്തിൽ പറയുന്ന, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അവൾ കൃത്യമായിട്ട് ചെയ്തു. അവൾ ശുദ്ധീകരണ കർമ്മത്തിന് വിധേയമായി. അവിടെ ബലിയർപ്പണവും അവൾ നടത്തി. തന്നെയുമല്ല, ആൺകുട്ടികളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച പരിച്ഛേദനം വഴി ദൈവത്തിന്റെ സ്വന്തമാക്കണം, ദൈവമായി ഉടമ്പടി ബന്ധത്തിലേക്ക് രക്തം ചിന്തി തന്നെ ഉടമ്പടി ബന്ധത്തിലേക്ക് എത്തിക്കണമെന്ന നിയമവും അവൾ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ദേവാലയം ചിന്തിച്ച് പരിച്ഛേദന കർമ്മം നടത്തി. അവന് പേരിട്ടുകൊണ്ട്, ദൈവം പറഞ്ഞ പേരിട്ടുകൊണ്ട് തന്നെ അവൾ അത് പൂർത്തിയാക്കി. കുഞ്ഞാല 2 കൊച്ച് മടപ്രാവുകളെയും അവൾ ബലി കഴിച്ചു. ആട്ടിൻകുഞ്ഞിനെ ബലി കഴിക്കാൻ അവളുടെ ഭർത്താവിന് അവൾക്ക് പണമില്ലായിരുന്നത് കൊണ്ട് 2 കുഞ്ഞാലുകളെ അവൾ ദൈവത്തിന് സമർപ്പിച്ചു. ഏതായാലും രക്തം കൊടുത്ത തന്റെ കുഞ്ഞിനെ തിരിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അവൾ സ്വന്തമായി അവൾ സ്വീകരിച്ചു. ഇത് സമർപ്പണത്തിന്റെ ഭംഗിയാണ്. ഈ സമർപ്പണ ഭംഗിയിലാണ് മാതാവ് ഏറ്റവും പരിശുദ്ധയായി തീർന്നതിന്റെ ആദ്യ നിയോഗം അവൾ പൂർത്തിയാക്കിയത്. നാമം സമർപ്പിതരായവരാണ്. നാം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവനാണ്. ജനിച്ചതിന്റെ 7ാം ദിവസം മാമോദീസായിലൂടെ. പിന്നീട് നമ്മൾ അഭിഷിക്തരായവരാണ്. സ്ഥൈര്യലേപനത്തില് വിശുദ്ധ കുർബാനയിലൂടെ നാം ദൈവവുമായി ഉടമ്പടി ബന്ധത്തിലേക്ക് ഉയർന്നവരാണ്. വിശുദ്ധ കുംഭസാരത്തിലൂടെ നമ്മൾ ദൈവത്തെ കൃപ അനുഭവിച്ചവരാണ്. പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും വന്നവര് കൃതഭംഗിയിലൂടെ ദൈവത്തിന്റെ സ്വന്തം എന്ന് പറഞ്ഞവരാണ്. നമ്മുടെ സമർപ്പണ ജീവിതത്തിന്റെ ഭംഗിയിലാണ് മാതാവിന്റെ പരിശുദ്ധിയിലേക്ക് നാം ആദ്യം പങ്കുചേരുന്നത്. അവളുടെ സമർപ്പണ ജീവിതത്തിന്റെ ഭംഗിയാണ് ഒരുപക്ഷെ അവളെ അതുല്യാക്കിയത്, ഏറ്റവും ദൈവത്തിന് മുമ്പിൽ ഏറ്റവും സംപ്രീതിയാക്കിയത്. രണ്ടാമത്, അവൾ മാതാവിനെ ഈശോയെ ഉദരത്തിൽ വഹിച്ചപ്പോൾ തന്നെ മാതാവ് സേവനസന്നദ്ധയായി ഇളയമയുടെ വീട്ടിലേക്ക് പോയ കഥ നമുക്കറിയാം. 6ാം മാസം ആയിരിക്കുന്ന തന്റെ ഇളയമയെ ചെന്ന് അടുത്ത 3 മാസക്കാലത്തേക്ക് അവർക്ക് ആവശ്യം വേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ അവള് യൂദായിലെ മലപ്രദേശത്തിലേക്ക് തിടുക്കത്തിൽ പോയ കഥ നമുക്കറിയാം. തിടുക്കത്തിലാണ് അമ്മ പോയത്. 6 മാസമായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടു, വയോവൃദ്ധയായ ഒരു സ്ത്രീയാണ്, 6 മാസം ഗർഭസ്ഥയുമാണ്, അവളുടെ സഹായം വേണം. തിടുക്കത്തിൽ അവൾ പോയി. തിടുക്കത്തിൽ പോയി 3 മാസക്കാലം അവൾ അവിടെ താമസിച്ചു എന്ന് വേദപുസ്തകം പറയുന്നത്. 3 മാസക്കാലം അവൾ ശുശ്രൂഷ ചെയ്തു, വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്ത് അവൾ അവിടെ വന്നു. പക്ഷേ അവിടെ ചെന്ന നിമിഷത്തിൽ തന്നെ അവൾ ചെയ്ത അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, ആ ഗർഭസ്ഥനായിരുന്ന സ്നാപക യോഹന്നാനെ വിശുദ്ധീകരിച്ചത് ആണ്. തന്റെ ഉദരത്തിൽ താൻ വഹിച്ചു കൊണ്ടുപോയ യേശുവിന്റെ സാന്നിധ്യം മാതാവിനെ. അതുകൊണ്ടാണ് ബെനഡിക്ട് പാപ്പ സഞ്ചരിക്കുന്ന സക്രാരി എന്ന് വിളിച്ചത്. മാതാവ് സഞ്ചരിച്ച സക്രാരിയായി. മലപ്രദേശത്തേക്ക് ഈശോയും വഹിച്ചുകൊണ്ട് സഞ്ചരിച്ച് ആ സക്രാരി ആദ്യം ചെയ്തത് ഉദരത്തിൽ വളർന്ന
യോഹന്നാൻ സ്നാപകനെ വിശുദ്ധീകരിച്ചതാണ്. ആ വിശുദ്ധീകരണം സംഭവിച്ചപ്പോൾ ഇളയമ്മയുടെ ഉള്ളിൽ യോഹന്നാൻ സ്നാപകൻ കുതിച്ചു ചാടി എന്നാണ് വേദപുസ്തകം പറയുന്നത്. കുതിച്ചു ചാടി അവൻ പാപത്തിൽ നിന്ന് വിമുക്തനായി. അങ്ങനെ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയ ആദ്യ സംഭവം അവളുടെ ഉദരഫലത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ്. പിന്നീട് അവൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷയും ചെയ്തുകൊണ്ട് 3 മാസക്കാലം അവൾ ശുശ്രൂഷ ചെയ്തു. ശുശ്രൂഷയുടെ ഒരു ജീവിതത്തിലൂടെയാണ് മാതാവ് ദൈവത്തിന് മുമ്പിൽ കൂടുതൽ സ്വീകാര്യമായത്. അവളുടെ ജീവിതം മുഴുവൻ ഇത്തരം ശുശ്രൂഷയുടെ ജീവിതമായിരുന്നല്ലോ. ഔസേപ്പ് പിതാവിനോടൊത്ത് കുഞ്ഞിനെ വളർത്തിയപ്പോൾ ശുശ്രൂഷയായിരുന്നല്ലോ അത്. ഔസേപ്പ് പിതാവ് മരിച്ച ശേഷവും മാതാവ് തന്നെ ഈശോയെ പരിരക്ഷിച്ചപ്പോൾ ശുശ്രൂഷയായിരുന്നല്ലോ. ശുശ്രൂഷയുടെ ജീവിതമാണ് അത്. അവരന് കൃപ കിട്ടുന്ന പ്രവൃത്തികളുടെ ശുശ്രൂഷയിലാണ് ഞാനും നിങ്ങളും സത്യത്തിൽ വിശുദ്ധരായി ഭവിക്കേണ്ടത്. ഹല്ലേലൂയ പാടുന്നത് കൊള്ളാം, സ്തുതി പാടുന്നതൊക്കെ കൊള്ളാം, കൈകൊട്ടുന്നതും കൊള്ളാം, ഒക്കെ കൊള്ളാം. പക്ഷേ ഇതിന്റെയൊക്കെ പുറകിൽ ഒരു ശുശ്രൂഷയുടെ മാനം ഉണ്ടാവണം. നമ്മൾ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യുന്നവരാകണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരാകണം, മറ്റുള്ളവർക്ക് വേണ്ടി സ്തുതിക്കുന്നവരാകണം. ഇങ്ങനെ ശുശ്രൂഷയുടെ ഒരു സേവനത്തിലൂടെ മാത്രമായിരിക്കും നമ്മൾ ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്നത് എന്ന് മാതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. 3ാമത്തെ കാര്യം, മറിയം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനായി ദൈവവചനം തന്നെ ഉപയോഗിച്ചവളാണ്. ദൈവവചനം, ഹന്നായുടെ സങ്കീർത്തനം നമ്മൾ കേട്ടു, ഹന്നായുടെ പ്രാർത്ഥന നമ്മൾ കേട്ടു. ദൈവവചനം ഉപയോഗിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചവള് ആയിരുന്നു കന്യാമറിയം. കുട്ടിക്കാലം മുതൽ പഠിച്ച ദൈവവചനത്തെ അവള് എല്ലാ സമയത്തും നന്നായി ഉപയോഗിച്ചു. ദൈവവചനം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചവളായിട്ട് അവൾ മാറി. 4ാമതായത്, അവൾ എല്ലാ കാര്യങ്ങളും, എല്ലാ അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് നടത്തിയിരുന്നു എന്നുള്ളതാണ്. ദേവാലയത്തിലെ അനുഷ്ഠാനങ്ങളെല്ലാം, യഹൂദന്മാരുടെ അനുഷ്ഠാനങ്ങളെല്ലാം. പെന്തക്കോസ്താ പെരുന്നാളിന് അവൾ പോയത് നമുക്ക് പതിവായി പോകുന്ന രീതി അവൾക്കുണ്ടായിരുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം പറയുന്നു. പതിവായിരുന്നത് പോലെ ആണ് പെന്തക്കോസ്താ പെരുന്നാളിന് അവൾ പോയത്. 12ാം വയസ്സിൽ യേശുവിനെ ആ പള്ളി പെരുന്നാളുടെ ബഹളത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു എന്നത് സത്യമാണ്. എന്നിരുന്നാലും അത് കുട്ടിയെ നോക്കുന്നത് ശ്രദ്ധക്കുറവായിട്ട് ഒന്നും കരുതേണ്ട ആവശ്യമില്ല. പെരുന്നാളല്ലേ, പയ്യന് 12 വയസ്സ്, അവൻ ആഘോഷങ്ങളൊക്കെ കണ്ടപ്പോൾ ബലൂണൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് പോയതല്ലേ. അപ്പോൾ അവിടുത്തെ പ്രമാണികളെ കണ്ടത്, അവരുടെ വർത്തമാനം കേട്ടപ്പോൾ അവര് തന്നെ ഒത്തിരി ശല്യം ബുദ്ധിമുട്ടൊക്കെ തോന്നി. ഇവന് വിവരമില്ലാത്ത വർത്തമാനമാണല്ലോ. എന്നാൽ അടുത്തിരുന്ന് കുറെ നേരം കേട്ടു. പിന്നെ അവിടെ അങ്ങ് ഇരുന്നങ്ങോട്ട് പ്രഘോഷിക്കാൻ തുടങ്ങി. 3 ദിവസം അങ്ങ് വചനം കൊണ്ട് പ്രഘോഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ബാലൻ ഇത്ര അറിവും വിവരവും ഉണ്ടല്ലോ എന്നവർ പറഞ്ഞു. അന്നേരമാണ് അപ്പനും അമ്മയും കൂടെ അന്വേഷിച്ച് ചെല്ലുന്നത്. അമ്മ അവനോട്, നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഇത് ചെയ്തു? വളരെ കൂളായിട്ടൊരു മറുപടി മകൻ, എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? ഇതല്ലേ എൻ്റെ പിതാവിൻ്റെ ഭവനം, ഇവരൊക്കെ അല്ലേ എൻ്റെ സഹോദരങ്ങൾ. ഇവർക്ക് വിവരമില്ലാതെ ഒരു പലതും കേൾപ്പിക്കുന്നു. അവിടെ ഇരുന്ന് ഇവരെ പഠിപ്പിക്കേണ്ടത് എൻ്റെ ചുമതലയല്ലേ എന്ന മട്ടില് ഞാൻ ഇവരോട് സംവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്നില്ലേ? ഇതല്ലേ എൻ്റെ പിതാവിൻ്റെ തിരുവിഷ്ടം എന്ന് പറയുവാൻ ഉള്ള ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നത് ആ കുട്ടിയെ അമ്മ പഠിപ്പിച്ച രീതി കൊണ്ടാണ്. തനിയുമല്ല, അവൾ കുഞ്ഞിനെ വേദകാര്യങ്ങൾ പഠിപ്പിച്ച് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഈ വേദകാര്യങ്ങളൊക്കെ സംസാരിക്കുവാൻ അവന് കഴിയുമായിരുന്നു. ലൂക്ക മനോഹരമായിട്ട് കോറിയിട്ട ഒരു തിരുവചനമുണ്ട്, ശിശു ജ്ഞാനത്തിലും പ്രായത്തിലും സർവോപരി ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിലും സംപ്രീതിയിലും വളർന്നു. പൂർണ്ണ വളർച്ചയുടെ ഒരു രൂപഭാവമാണിത്. ഒരമ്മയുടെ മനോഹരമായ ചിത്രമാണിത്. ആരാണ് അമ്മ? യഥാർത്ഥത്തിൽ ആരാണ് നല്ല ഒരു അമ്മ? ഒരു കുട്ടിയെ വളരാൻ അനുവദിക്കുന്നവളാണ് യഥാർത്ഥത്തിൽ ഉള്ള അമ്മ. ഇവിടേക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ നല്ല മാതാപിതാക്കളാണോ എന്ന്. 3 തരത്തിലുള്ള മാതാപിതാക്കളെ നമുക്ക് കാണാം. യാതൊരു ശ്രദ്ധയുമില്ലാത്ത ചില മാതാപിതാക്കളുണ്ട്. പണം കൊടുത്താൽ മതി എല്ലാം ശരിയാകുമെന്ന് ചിന്തിക്കുന്ന ചില അപ്പന്മാരുണ്ട്. അവർക്കും പിള്ളേർക്കും തിന്നാനുള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, എന്റെ ദൗത്യം പൂർത്തിയായി എന്ന് പറഞ്ഞ് വൈകിട്ട് കള്ളടിച്ച് കിടക്കുന്ന അപ്പന്മാരുണ്ട്. അവര് യഥാർത്ഥത്തിൽ നല്ല പിതാക്കന്മാരാണോ? ഒട്ടും ശ്രദ്ധയില്ലാത്ത ഇത്തരം പിതാവിനോ മാതാവിനോ ഇന്ന് മകളെ വളർത്തി എന്ന് പറയാൻ സാധിക്കുമോ? ഇന്ന് ശകലം കൂടെ വളർന്ന
മാതാപിതാക്കളാണെങ്കിൽ, IT മേഖലയിലേക്കൊക്കെ വന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് IT അഡിക്ഷനാണ്. ജോലി കഴിഞ്ഞ് വന്നാലും അവർക്ക് പാതിരാത്രി വരെ അവരവരുടെ ഫേസ്ബുക്കും വാട്സപ്പുമായിട്ടിരിക്കും, അവരുടെ കമ്പ്യൂട്ടറുമായിട്ടിരിക്കും. ഇവിടെ നിന്ന് കിടന്നാലും അവർക്ക് പ്രശ്നമില്ല. അവരുടെ ഭാര്യമാരായിട്ടുള്ളൊരു ചില IT പ്രേമം വന്നു കിട്ടുന്നുണ്ട്. അവര് ഇന്ന് നമ്മുടെ TV-യിലുള്ള, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലുള്ള ചില സീരിയലിന്റെ അഡിക്ഷനാണ്. പരസ്പരം കാണാതെ ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? ചന്ദനമഴയിലെ ആ കൊച്ചിന് എന്ത് പറ്റും എന്ന് ആകുലതയല്ല ഇത് പലർക്കും. ഇതൊക്കെ നമ്മളെ അങ്ങ് അഡിക്ഷനിലേക്ക് എത്തിരിക്കുക. ആ കൊച്ചിനൊന്നും സംഭവിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എങ്ങനെയും ഭർത്താവ് അവനെ ഉൾക്കൊള്ളണേ എന്ന്. അവർക്ക് ഒരു തെറ്റുമില്ലാതാണല്ലോ അവൾ ഗർഭിണിയായത്. എന്നിട്ടും അവനെന്നാ ചിന്തിക്കുന്നേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉറക്കം കളയുന്ന അമ്മമാരില്ലേ, അവർ നല്ല അമ്മമാരാണ്. പിള്ളേർ ആ സമയത്ത് മൊബൈൽ കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റിംഗ്. അവർ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ പിള്ളേർക്ക് ഇന്ന് സംസാരിക്കാൻ അറിയാമോ? അവർക്ക് ആ കൂടെ ഇത് ഞെക്കാനല്ലേ അറിയത്തുള്ളൂ. ഇങ്ങനൊന്നുമല്ല ഇതൊക്കെ അറിയാം. അവിടെ മകൻ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു. അവന് ജ്ഞാനമുണ്ടായിരുന്നു, ദൈവിക ജ്ഞാനം. അവന് പ്രായം ശരിയായി മുന്നോട്ട് പോയി. അപ്പോൾ അവൻ ദൈവത്തിന് മുമ്പിൽ സംബന്ധിതനായി പോരാ, മനുഷ്യന്റെ മുമ്പിൽ അവൻ വിവരമുള്ളവനായി സമൃദ്ധനായി പക്വതയുള്ളൊരു പയ്യനായി മാറി. അത് കണ്ടോണ്ടാണല്ലോ ഒരു ചേടത്തി പ്രസംഗം കണ്ടോണ്ട് ചേട്ടി അറിയാതെ വിളിച്ചു പോയത്, മറിയമേ നീ മനോഹരി, നീ ജനിപ്പിച്ച നിന്റെ പുത്രൻ ഇത്ര സുന്ദരനായല്ലോ, നീ ഇവനെ വഹിച്ച ഉദരങ്ങളും ഇവനെ കുടിപ്പിച്ച മുലകളും ഭാഗ്യമുള്ളവ, നീ ഭാഗ്യവതിയാ, നിന്റെ മോൻ നല്ലവനാണ്. നാളെ നന്മ ചെയ്താളുന്ന നല്ല മനുഷ്യനായ തന്റെ മകനെ കുറിച്ച് നല്ലതുപോലെ കേട്ടപ്പോൾ ആ അമ്മ ഒരു പക്ഷേ അഭിമാനം കൊണ്ടിരിക്കണം. പക്ഷെ അധികം ചെയ്ത് അവരുടെ അഭിമാനമൊക്കെ വേദനയായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും ആ കുട്ടിയെ വളർത്താൻ അമ്മ ശ്രമിച്ചു. ഒരുപക്ഷെ മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ വേദകാര്യം പഠിപ്പിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങള് മനോഹരമായിട്ട് വളരുകയുള്ളൂ. മറിയം സഹരക്ഷയായി തീർന്നു എന്നുള്ളതാണ് മറിയത്തിന്റെ രൂപത്തിന്റെ മറ്റൊരു ഭാവം. കാൽവരി കുരിശിൽ കിടക്കുന്ന പിടഞ്ഞു മരിക്കുന്ന ഈശോ നമ്മുടെ രക്ഷകനാണ്. ആ രക്ഷകനോടൊപ്പം കാൽവരിക്കുന്നിന്റെ ചുവട്ടിൽ, ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുവാൻ സാധിച്ച ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയം. കാൽവരിക്കുന്നിൽ ഈശോയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീയുടെ മനസ്സിലെ രൂപവും ഭാവവും ഒക്കെ നമ്മൾ ശരിയായി ഉൾക്കൊണ്ടേ മതിയാവൂ. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മൃതശരീരം മടിയിൽ കിടത്തിയ ഒരു സ്ത്രീ ഇല്ലേ, അവൾ അമ്മയാണ്. നൊന്ത് പ്രസവിച്ച അമ്മ, വേദനകൾ കൃത്യമായി കണ്ട അമ്മ. അവിടെ നിന്നപ്പോൾ മൗനമായിട്ട് ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, യഹോവയോട് നിന്റെ ഇഷ്ടം നടക്കണം. എന്റെ മകന്റെ ജീവിതത്തിൽ എന്നിൽ ഞാൻ ഇങ്ങനെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഈ വേദന എനിക്ക് സഹായകരമാണ്. അമ്മയുടെ വേദന നമുക്ക് സഹരക്ഷ എന്ന പദവിയിലേക്ക് അവിടെ ഉയർത്തിയെന്ന് മാത്രമല്ല, നമുക്ക് ഏറ്റവും അനുഗ്രഹീതവുമാണ്. വേദന സഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ ഈ അമ്മയ്ക്ക് കഴിയും. ഞാൻ മലബാർ സെമിനാരിയിലായിരുന്നപ്പോൾ അവിടെ ഫിലോസഫി പഠിക്കുന്ന ഒരു ചെക്കൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ തന്ത്രമൊക്കെ പറയുന്ന ആളല്ലേ, എൻ്റെ അമ്മ മെഡിക്കൽ കോളേജിൽ കിടക്കുക, ഭയങ്കര വേദനയുള്ള ഒരു ക്യാൻസറാണ്. എത്ര ഞങ്ങൾ പറഞ്ഞിട്ടും വേദന സംഹാരി ഗുളികൾ അമ്മ കഴിക്കുന്നില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ അമ്മയെ കൊണ്ട് ആ ഗുളി ഒന്ന് കഴിപ്പിക്കാൻ എൻ്റെ കൂടെ ഒന്ന് വരാമോ, 4 മണിക്ക് പോവാം. ഞാൻ പോവാമല്ലോ, 4 മണിക്ക് പോവാം. ഞാൻ കാറെടുക്കൊണ്ട് അവനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തി. ചെന്ന് അമ്മച്ചിയെ കണ്ടു. വളരെ നല്ലൊരു ചിരിക്കാൻ അറിയാം, നല്ലൊരു ചിരിയൊക്കെ ചിരിപ്പിച്ചു. അമ്മച്ചിയെ പറഞ്ഞ ഒരു ഗുളിയൊക്കെ വിളിച്ച് ഞാൻ മോൻ്റെ അധ്യാപകനാണ് കേട്ടോ, മോൻ നല്ല മിടുക്കനാണ് കേട്ടോ, നല്ല മിടുക്കനാണ്, ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം. ഞാൻ അവനെ അവിടുത്തെ കുഴപ്പമൊന്നുമില്ലാതാ. അറിയോ, ഞാൻ കണ്ടാ അറിയാം അമ്മച്ചി നല്ല ആളാന്ന് കണ്ടാണ്. ഇങ്ങനെ അമ്മച്ചിയെ വാനോളം ഞാനൊന്ന് പൊക്കി. പിന്നെ അമ്മച്ചി നമ്മുടെ ഈശോ എത്ര നല്ലതാണെന്നറിയാവോ? നമ്മുടെ ഈശോ നമ്മളൊക്കെ വേദനിക്കുമ്പോഴൊക്കെ നമ്മളെ സഹായിക്കാൻ നല്ല മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട്. ഈ നല്ല മരുന്നുകൾ ഈശോയിൽ നിന്ന് സമ്മാനമായി നമ്മൾ സ്വീകരിച്ചിട്ട് കുരിശ് വരച്ചുകൊണ്ട് അത് കഴിച്ചാൽ നമ്മുടെ വേദനയെല്ലാം മാറുകയും ചെയ്യും. അത് ഈശോയ്ക്ക് ഇഷ്ടമാകും. ഓഹോ, കാര്യം മനസ്സിലായല്ലോ.
എന്റെ മോൻ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഉപദേശിച്ച് മരുന്ന് തരികയില്ലേ. മോൻ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടില്ല. അപ്പോൾ അധ്യാപകനെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. നല്ല വർത്തമാനമൊക്കെ അതൊക്കെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ അച്ഛാ, ഏത് ഗുളിയാണ് ഞാൻ കഴിക്കേണ്ടത്? ഈ എന്നെ മയക്കുന്ന ഈ ഗുളിയല്ലേ? ഇതിനെക്കാട്ടി നല്ലൊരു ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. അച്ഛൻ കാണണം. അമ്മച്ചി അത് ഡോക്ടർ തന്നോ? അല്ല, സ്വന്തമായി കണ്ടെത്തിയതാണോ? അയ്യോ, അതൊക്കെ കഴിച്ചത് അപകടം ഉണ്ടാകത്തില്ലേ? അച്ഛൻ കാണും. തലവണ്ണ കീഴ്ന്ന് ജാവല മാതാവിൻ്റെ ഒരു പടം, യേശുവിനെ മടിയിൽ കിടത്തിയിരിക്കുന്ന പടം എടുത്ത് കാണിച്ചു. അച്ഛ, എനിക്ക് കഠിനമായ വേദനകളുണ്ടോ? ഞാൻ ഈ പടം എടുത്തൊന്ന് നോക്കും, ഒന്ന് മുത്തും. പരിശുദ്ധ സഹിച്ചതിന്റെ വേദനയുടെ 100 എനിക്ക് ഇല്ലല്ലോ എന്ന് ഞാൻ എന്നോട് പറയും. അപ്പൊ എന്റെ വേദനയൊക്കെ തന്നെ ഇല്ലാതാണ്. ഇവരൊക്കെ പറയുന്നത് ഞങ്ങളടുത്ത് പിടയ്ക്കുന്നുണ്ട്. ഒരു പിടയ്ക്കയിൽ വെച്ചാൽ ഈ രൂപ എടുത്തൊന്ന് മുത്തിയ എന്റെ എല്ലാ പിടയും ഒന്ന് മാറും. ഞാൻ സന്തോഷവതിയാ ഉള്ളിലുള്ളിൽ. ഈ മരുന്നൊക്കെ നല്ലത് മറ്റേ മരുന്നിനേക്കാ. അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന മരുന്ന് അച്ഛൻ വ്യഞ്ചരിച്ചതൊക്കെ ഞാൻ കണ്ടു. ഈ മരുന്ന് ഞാൻ കഴിക്കണോ? ഈ മരുന്ന് ഞാൻ കഴിക്കണോ? മറുപടിയായി ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചേർത്തി ആ മരുന്ന്, ഞാൻ തന്ന മരുന്ന് കഴിക്കുകയേ വേണ്ട. ചേർത്തി കഴിക്കുന്ന ഈ മരുന്ന് 3 നേരം കൃത്യമായി കഴിക്കുകയെ ചേർത്തി കൃത്യമായിട്ടുള്ള വേദന സംഹാരിയായി മാറും. വേദന സംഹാരിയാണ് പരിശുദ്ധ കന്യാമറിയം. നമ്മുടെ വേദനകളൊക്കെ ശരിക്കും അറിയുന്നവളാണ്. നമ്മുടെ വേദനകളിൽ പങ്കുചേരുന്നവർക്ക് കർത്താവിനെ മടിയിൽ കിടത്തിയപ്പോൾ അനുഭവിച്ച വേദനയുടെ 100 പോലും നമുക്ക് നൽകാൻ പറ്റില്ല. അവൾ അങ്ങേയറ്റം വേദനിച്ചവളാണ്. അവളോട് നമ്മുടെ വേദന പങ്കിട്ടാൽ ആ യാതൊരു അമ്മ നമ്മുടെ വേദനകൾ മാറ്റുക തന്നെ ചെയ്യും. ഈ അമ്മ നമ്മുടെ അമ്മയായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ അമ്മ തരുന്ന ഏറ്റവും വലിയ സമ്മാനമായി മാറുന്നത് ഈ അമ്മയെ, നമ്മുടെ അമ്മയെ തന്ന ഈശോയുടെ ഇഷ്ടം നമ്മൾ നിറവേറ്റുമ്പോഴാണ് എന്ന സത്യം നമ്മൾ മറക്കരുത്. നമ്മൾ കൊച്ചുനാളെ മുതൽ അമ്മയോട് സ്നേഹത്തിൽ വളരാൻ നമ്മുടെ ഇടവേളക്ക് ഒത്തിരി ഭക്തസങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗങ്ങളായിരിക്കാം. നാം ഇന്ന് ഈ അമ്മയെ ബഹുമാനിക്കാനായിട്ട് കൊന്ത നമസ്കാരം ചൊല്ലുന്നുണ്ട്. പല രൂപത്തിലും ഭാവത്തിലുള്ള കൊന്ത നമസ്കാരം നമ്മൾ ചൊല്ലുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ചൊല്ലിയ ആ ബൈബിളിലെ വേദപുസ്തക കൊന്ത നമസ്കാരം ഒക്കെ നല്ലതാണ്. പല രീതിയിൽ നമ്മൾ പാട്ടുപാടി കൊന്ത നമസ്കാരം ചൊല്ലുന്നു, വചനം വായിച്ച് കൊന്ത നമസ്കാരം ചൊല്ലുന്നു. മാതാവിനെ നമ്മൾ ബഹുമാനിക്കുന്ന കൊന്ത നമസ്കാരവും, മാതാവിനുള്ള പ്രത്യേക പ്രാർത്ഥനകളെല്ലാം ബുധനാഴ്ചകളും നമ്മൾ നടത്തുന്ന പ്രത്യേക പ്രാർത്ഥനകൾ, മാതാവിന്റെ മാധ്യസ്ഥം തരുന്ന മധ്യസ്ഥ പ്രാർത്ഥനകള്, ഒരുപക്ഷെ നിത്യസായ മാതാവിന്റെ പോലുള്ള നൊവേനകള്, മാതാവിനുള്ള മറ്റ് വണക്കങ്ങള്, മാതാവിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന രീതികള്, ഇതൊക്കെ സൊഡാലിറ്റി പോലുള്ള രീതികളില്, ലീജൻ ഓഫ് മേരി പോലുള്ള രീതികളൊക്കെ മാതാവിനുള്ള ഭക്തിക്കുള്ള മാർഗങ്ങളാണ്. ഇതെല്ലാം മാതാവിന്റെ കൃപ കിട്ടുന്ന അവസരങ്ങളാണ്. നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ധൈര്യപ്പെടുത്തുവാൻ ഈ മാതാവിനെ കൂട്ടുപിടിക്കാം. ഈ മാതാവ് മാത്രമാണ് നമ്മുടെ ഏക മധ്യസ്ഥ എന്ന സത്യത്തിലേക്ക് നമുക്ക് വരാം. മാതാവ് ഈശോയിലേക്ക് നമ്മളെ എത്തിക്കുന്നയാളാണ്. കാനായിലെ കല്യാണത്തിൽ വെച്ചോ അവിടുന്ന് പറഞ്ഞ അമ്മ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മ വരാം. അവൻ പറയുന്നത് പോലെ ചെയ്യുക. മാതാവിന് ഒന്നേ ചെയ്യാനുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ. അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ അവൾ നമ്മളെ പ്രേരിപ്പിച്ചാൽ, അവളോടൊത്ത കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ, അവളോടൊത്ത വേദനകൾ നമുക്ക് സാംശീകരിക്കാൻ കഴിഞ്ഞാൽ, അവളോടൊത്ത ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതാ കർത്താവിന് ദാസൻ ദാസി എന്ന് പറയാൻ കഴിഞ്ഞാൽ, നാം ഈ അമ്മയെ പോലെ അനുഗ്രഹിതരാകും. തീർച്ച അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കുമ്പോൾ അമ്മ സ്വർഗാരോപിതയായ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാനായി ഒരുങ്ങുന്ന നമുക്ക് സ്വർഗത്തിൽ അവളോടൊത്ത് ആയിരിക്കുവാനും അവളെ മഹത്വപ്പെടുത്തുവാനും കഴിയുവാനും സ്വർഗത്തിലേക്ക് എത്തിയുടെ പിറകെ ചെല്ലുവാനുള്ള കൃപ കിട്ടുവാനായിട്ട് നമുക്ക് ഈ അമ്മയോട് കൂട്ടുപിടിക്കാം. ഈ അമ്മയുടെ ചിത്രം യഥാർത്ഥ ചിത്രമാകട്ടെ. വേദപുസ്തകത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഈ ചിത്രം തികഞ്ഞ യഹൂദവാരിയുടെ ചിത്രമാണെന്നും അവൾ വേദനിച്ച ഒരു വീട്ടമ്മയാണെന്നും അവൾ സഹിച്ച ഒരു വീട്ടമ്മയാണെന്നും ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയവളാണെന്നും ക്ഷമയും തമ്മിലായി വന്നവളെ പാടുമായിരുന്നെങ്കിലും നിയമങ്ങൾ അനുസരിക്കുമായിരുന്നെങ്കിലും ദൈവത്തിന് നിയോഗം മരിച്ച് കുരിശിന്റെ വഴിയെ നടന്നവളാണെന്നും കുരിശനാകാൻ പോകുന്ന മകനെ കണ്ടു വേദനിച്ചവളാണെന്നും കുരിശിന്റെ ചുവട്ടിൽ നിന്ന് വേദനകൾ നെഞ്ചോട് ചേർത്തവളാണെന്നും തന്റെ പുത്രന്റെ മൃതശരീരം സ്വന്തം മടിയിൽ കിടത്തി വേദനിച്ച് പിടഞ്ഞവളാണെന്നും ആ വേദനയുടെ വാരണ്യത്തിൽ അവൾ കുരിശിൽ മരിച്ച തന്റെ പുത്രന്റെ വേദനയോട് പതിയേർന്ന് സഹരക്ഷകയായി തീർന്നവളാണെന്നും സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടവളാണെന്നും സ്വർഗാരോപിതയായ മാതാവാണ് എന്നുള്ള ബോധ്യത്തില് ഈ അമ്മയുടെ ചിത്രം നമുക്ക് പൂർത്തിയാക്കാം. ഇവിടെ ഈ അമ്മ
നമുക്ക് മധ്യസ്ഥയാകട്ടെ. മാതാവോട് ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഗീതങ്ങൾ അവസാനിപ്പിക്കുക. Mama,